രണ്ട് കോറിന്തോസ് അധ്യായം 7 മുതൽ 13 വരെ വരാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ. എന്തിൽ ആണ് വിശുദ്ധി പരിപൂർണമാക്കേണ്ടത്? ദൈവ ഭയത്തിൽ. എന്തിനു വേണ്ടിയാണ് നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി. ഏത് കാര്യത്തിൽ ഞാൻ ആനന്ദപൂരിതനാണെന്നാണ് പറയുന്നത്? ഞങ്ങളുടെ ക്ലേശങ്ങളിൽ. എവിടെ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമമില്ലായിരുന്നുവെന്നാണ് പറയുന്നത്. മക്കദോനിയായിൽ ഞങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരുന്നത് എന്താണ്? ക്ലേശങ്ങൾ. അധ്യായം 7:6 എങ്ങനെയുള്ള ദൈവം എന്നാണ് പറയുന്നത്? ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം എന്ത് ജനിപ്പിക്കുന്നു? രക്ഷാകരമായ പശ്ചാത്താപം. ലൗകികമായ ദുഃഖം എന്തിലേക്ക് നയിക്കുന്നു? മരണത്തിലേക്ക്. എല്ലാ പ്രകാരത്തിലും നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. എന്താണ് തെളിയിച്ചിരിക്കുന്നത്? നിർദോഷരാണെന്ന്. ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ എന്താണ് ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത്? സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. ആദ്യമേ തന്നെ അവർ തങ്ങളെ തന്നെ എങ്ങനെ സമർപ്പിച്ചുവെന്നാണ് പറയുന്നത്? കർത്താവിനും ദൈവഹിതമനുസരിച്ചും ഞങ്ങൾക്കും. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായത് എന്തിനാണ്? തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി. ഒരുവൻ്റെ കഴിവിനനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കുന്നത് എപ്പോൾ? താല്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ കണക്കാക്കേണ്ടതില്ലാത്തത് എന്താണ്? കഴിവില്ലായ്മ. അങ്ങനെ പരസ്പരം കുറവ് നികത്തുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? സമത്വം. പൗലോസിൻ്റെയും കൂട്ടരുടെയും ശുശ്രൂഷയിൽ തീത്തോസ് ആരാണ്? പങ്കുകാരനും സഹപ്രവർത്തകനും. എന്ത് ശുശ്രൂഷയെക്കുറിച്ചാണ് 9:1 പറയുന്നത്? വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ. ഓരോരുത്തരും എങ്ങനെ വേണം പ്രവർത്തിക്കാൻ? സ്വന്തം തീരുമാനമനുസരിച്ച്. അധ്യായം 9:7 അനുസരിച്ച് ആരെയാണ് ദൈവം സ്നേഹിക്കുന്നത്? സന്തോഷപൂർവ്വം നൽകുന്നവനെ. എന്ത് ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളുമാണ് ദൈവം സമൃദ്ധമായി നൽകുന്നത്? സൽകൃത്യങ്ങൾ. അധ്യായം 9:10 ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് എന്തു തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിതയ്ക്കാനുള്ള വിത്ത്. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങളുടെ എന്ത് വിളവ് സമൃദ്ധമാക്കും? നീതിയുടെ വിളവ്. ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന്. എന്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് അധ്യായം 9:12 പറയുന്നത്? സേവനത്തിൻ്റെ ശുശ്രൂഷ. സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ എന്തിൻ്റെ ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത്? വിശുദ്ധിയുടെ. ഏത് കാര്യത്തിലുള്ള വിധേയത്വത്തെ പറ്റിയാണ് 9:13 പറയുന്നത്? ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള. അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള ഏത് കാര്യത്തെക്കുറിച്ചാണ് അധ്യായം 9:13 പറയുന്നത്? കൂട്ടായ്മയുടെ ഔദാര്യം. എന്തിനെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും? ശുശ്രൂഷയെപ്പറ്റി. എന്തു നിമിത്തമാണ് അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? നിങ്ങൾ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. പൗലോസിനെക്കുറിച്ച് കോറിന്തോസുകാർ എന്ത് കരുതുന്നുവെന്നാണ് അധ്യായം 10:1 പറയുന്നത്? അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയും. എന്ത് പോരാട്ടമല്ല പൗലോസ് നടത്തുന്നത്? ജഡിക പോരാട്ടം. ഞങ്ങളുടെ സമരായുധങ്ങൾ എന്തല്ല എന്നാണ് പൗലോസ് പറയുന്നത്? ജഡികമല്ല. എന്തിനു വേണ്ടിയാണ് പൗലോസ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത്? ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. നിങ്ങൾ എന്ത് കാണുക എന്നാണ് 10:7 പറയുന്നത്? കൺമുമ്പിലുള്ളത്. എന്തിനാണ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്? നിങ്ങളെ പടുത്തുയർത്താൻ. എന്തിനല്ല ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്? നശിപ്പിക്കാനല്ല. പൗലോസിൻ്റെ ശാരീരിക സാന്നിധ്യം എങ്ങനെയെന്നാണ് ചിലർ പറയുന്നത്? അശക്തം. പൗലോസിൻ്റെ ഭാഷണം എങ്ങനെയെന്നാണ് ചിലർ പറയുന്നത്? മനസ്സിലേശാത്തത്. ഞങ്ങളെ ആരോട് താരതമ്യം ചെയ്യാൻ തുനിയുന്നില്ലെന്നാണ് പറയുന്നത് ആത്മപ്രശംസ നടത്തുന്നവരോട്. എന്തുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് അധ്യായം 10:14 പറയുന്നത്? ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. അധ്യായം 10:18 അനുസരിച്ച് ആരാണ് സ്വീകാര്യൻ? കർത്താവ് പ്രശംസിക്കുന്നവൻ. പൗലോസിന് 11:2 കോറിന്തോസുകാരോട് എന്തു തോന്നുന്നുവെന്നാണ് പറയുന്നത്? ദൈവികമായ അസൂയ. പൗലോസ് ആരുമായി ആരുടെ വിവാഹ നിശ്ചയം നടത്തിയ കാര്യമാണ് 11:2 പറയുന്നത്? ക്രിസ്തുവുമായി കോറിന്തോസുകാരുടെ. സർപ്പം ഹവ്വായെ എങ്ങനെയാണ് ചതിച്ചത്? തന്ത്രപൂർവം. നിങ്ങളുടെ ചിന്തകൾ എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്? ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. എനിക്ക് എന്ത് കുറവായിരിക്കാമെന്നാണ് 11:6 പൗലോസ് പറയുന്നത്? പ്രസംഗചാതുര്യം. പൗലോസ് തന്നെ താഴ്ത്തിയത് എന്തിനു വേണ്ടിയാണെന്നാണ് 11:7 പറയുന്നത്? കോരിന്തോസുകാരുടെ
ഉത്കർഷത്തിനു വേണ്ടി. പൗലോസിന് ഞെരുക്കമുണ്ടായപ്പോൾ ആരാണ് ആവശ്യങ്ങൾ നിറവേറ്റിയത്? മക്കതോനിയായിൽ നിന്ന് വന്ന സഹോദരന്മാർ. തന്നിൽ എന്തുണ്ട് എന്നാണ് അധ്യായം 11:10 പൗലോസ് പറയുന്നത്? ക്രിസ്തുവിൻ്റെ സത്യം. അവരുടെ പ്രവർത്തികൾക്കനുസൃതമായിരിക്കും എന്ത്? അവരുടെ പരിണാമം. അധ്യായം 11:16 പൗലോസ് ആവർത്തിച്ച് പറയുന്നത് എന്താണ്? എന്നെ ഭോഷനായി ആരും കരുതരുതെന്ന്. അധ്യായം 11:19 കാണുന്ന രണ്ട് വിഭാഗം മനുഷ്യർ ആരെല്ലാം? ബുദ്ധിമാന്മാർ, വിഡ്ഢികൾ. പൗലോസ് എത്ര തവണ കല്ലെറിയപ്പെട്ടു? ഒരിക്കൽ. എത്ര പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു? 3. കടലിൽ ഒഴുകി നടന്നത് എത്ര സമയം? ഒരു രാത്രിയും ഒരു പകലും. തുടരെയുള്ള യാത്രകൾക്കിടയിൽ എവിടെ നിന്നെല്ലാമാണ് പൗലോസിന് അപകടങ്ങളുണ്ടായത്? നദികളിൽ വെച്ചും, കൊള്ളക്കാരിൽ നിന്നും, സ്വന്തക്കാരിൽ നിന്നും, വിജാതീയരിൽ നിന്നും. എവിടെ വെച്ചെല്ലാം അപകടങ്ങൾ അകപ്പെട്ടു എന്നാണ് പറയുന്നത്? നഗരത്തിൽ വെച്ചും, വിജനപ്രദേശത്ത് വെച്ചും, കടലിൽ വെച്ചും. 11:27 കാണുന്ന പൗലോസിൻ്റെ സഹനങ്ങളേവ? കഠിനാധ്വാനം, വിഷമസന്ധി, ജാഗരണം, വിശപ്പ്, ദാഹം, ഉപവാസം, തണുപ്പ്, നഗ്നത. സഹനങ്ങൾക്കെല്ലാം പുറമെ പൗലോസിനെ അലട്ടിക്കൊണ്ടിരുന്നത് സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ. അധ്യായം 11:31 ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. ദമാസ്കസിൽ വെച്ച് പൗലോസിനെ പിടികൂടുന്നതിന് വേണ്ടി നഗരത്തിന് കാവലേർപ്പെടുത്തിയതാര്? അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി. എന്തുകൊണ്ട് ഒരു നേട്ടവുമില്ലെന്നാണ് 12:1 അപ്പസ്തോലൻ പറയുന്നത്? ആത്മപ്രശംസ കൊണ്ട്. പൗലോസ് എത്ര വർഷം മുൻപ് ഉയർത്തപ്പെട്ട കാര്യമാണ് അധ്യായം 12:2 പറയുന്നത്? 14. ഏത് സ്ഥലം വരെയാണ് ഉയർത്തപ്പെട്ടത്? 3-ാം സ്വർഗം വരെ. അത് ദൈവത്തിനെ അറിയൂ. ഏത്? ഉയർത്തപ്പെട്ടത് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്ന്. തൻ്റെ ശരീരത്തിൽ ഒരു മുള്ളു നൽകിയിരിക്കുന്നത് എന്തിനെന്നാണ് അധ്യായം 12:7 പറയുന്നത്? വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന്. പൗലോസിനെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി തൻ്റെ ശരീരത്തിലുള്ളത് എന്ത്? പിശാചിൻ്റെ ദൂതൻ. പിശാചിൻ്റെ ദൂതൻ വിട്ടകലാൻ വേണ്ടി എത്ര പ്രാവശ്യമാണ് പൗലോസ് കർത്താവിനോട് അപേക്ഷിച്ചത്? 3. കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് എന്തിലാണ്? ബലഹീനതയിൽ. എപ്പോഴാണ് പൗലോസ് ശക്തനായിരിക്കുന്നത്? ബലഹീനനായിരിക്കുമ്പോൾ. ആ അപരാധം എന്നോട് ക്ഷമിക്കുവിൻ. ആ അപരാധം എന്ത്? ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നത്. എത്രാം പ്രാവശ്യം കോരിന്തോസ് സന്ദർശിക്കാൻ പോകുന്നതായിട്ടാണ് അധ്യായം 12:14 കാണുന്നത്? 3-ാം പ്രാവശ്യം. ആർക്ക് വേണ്ടി സമ്പാദിക്കുന്ന കാര്യമാണ് 12:14 പറയുന്നത്? മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി. അധ്യായം 12:20 എന്തൊക്കെ ആയിരിക്കുമോ താൻ കണ്ടെത്തുന്നത് എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്? കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അസ്വസ്ഥത. എങ്ങനെയാണ് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടത്? 2-3 സാക്ഷികളുടെ മൊഴിയിൽ. ആർക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് അധ്യായം 13:2 പറയുന്നത്? നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. എന്ത് പരിശോധിക്കുമെന്നാണ് അധ്യായം 13:5 പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് ബോധ്യമായിട്ടില്ലെങ്കിൽ. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എങ്ങനെയായിരിക്കണം? നന്മ പ്രവർത്തിക്കണം. എന്തിനു വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? കൊറിന്തോസുകാരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി. ആര് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് അധ്യായം 13:11 പറയുന്നത്? സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ആത്മാവ്. എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് പറയുന്നത്? വിശുദ്ധ ചുംബനം കൊണ്ട്.